എൻ്റെ പൊന്ന് തമ്പുരാനെ, ഞാൻ ഇതൊക്കെ മേടിച്ചോണ്ട് ഇനി എപ്പോൾ വീട്ടിൽ പോകാനാണോ എന്തോ. ഇറച്ചിക്കടയുടെ മുമ്പ് ഇന്ന് റോഡ് വരെ ക്യൂ ആയിരുന്നു കേട്ടോ. അവിടെ മുഴുവനും പുരുഷന്മാരായിരുന്നു. മരുന്നിന് പോലും ഒരു സ്ത്രീകളെ ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നുഴഞ്ഞ് കയറി ഫ്രണ്ടിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ് എത്ര കിലോ വേണമെന്ന്. സ്ത്രീകൾക്ക് എവിടെ ചെന്നാലും മുൻഗണനയാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു 1.5 കിലോ വേണമെന്ന് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് 1.5 കിലോ ബീഫ് തന്നു. അത്രയും നേരം അവിടെ ക്യൂ നിന്ന ആൾക്കാരുടെ മുമ്പിൽ കൂടെ വിജയശ്രീലാളിതയായി ഞാനൊന്നും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ. പക്ഷേ മുറിച്ചൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഇത് കട്ട് ചെയ്ത് തരുമ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ കഴുകി അങ്ങ് വെക്കല്ലേ ഉള്ളൂ. ഇതൊരു ഒന്നൊന്നര മുട്ടം പണിയായി പോയി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ കത്തിക്ക് പിന്നെ പണ്ടേ മൂർച്ച ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ സമയം എടുത്തുള്ളൂ ഞാനിത് നുറുക്കിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ബീഫും പുട്ടുമാണ് കേട്ടോ. ഇവിടെ ബീഫ് കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പുട്ടാവുന്നുണ്ട്. അപ്പുറത്ത് ബീഫ് കറി ആയപ്പോൾ ഇവിടെ പുട്ടാവുന്നുണ്ട് കേട്ടോ. പുട്ടിനെ നമ്മുടെ പാത്രത്തിലോട്ട് തള്ളിയിട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായതേ. പുട്ട് നമ്മളെ ചതിച്ചു ഗൈസ്. പുട്ടിന് തേങ്ങ ഇല്ല അഞ്ഞിട്ടോ, കുടത്തിൽ വെള്ളം പോരാ അഞ്ഞിട്ടോ. പാട്ട് പാടാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പുട്ടായിട്ടുണ്ടല്ലോ, പുട്ട് പോലെ കഴിക്കാം. ഇതിലും ഭേദം ഞാൻ ഇഡലി ചെമ്പിൽ വാരി കൂട്ടി വെച്ചങ്ങ് അവിച്ചെടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആഗ്രഹമൊക്കെ തോന്നിയതല്ലേ, വാരി കൂട്ടിയ പെറുക്കിയ പുട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇച്ചിരി ബീഫ് കറി കൂട്ടിയും കഴിക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ വാരി എടുത്തിട്ട് ഞാൻ ആ ബീഫ് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് വാരി ഒഴിച്ചു, കോരി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.